നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. കുവൈറ്റിൽ നഴ്സുമാർ, പ്രവാസി വിദ്യാർത്ഥികൾ എന്നിവർക്ക് പുതിയ ഡ്രൈവിംഗ് ലൈസൻസുകൾ നൽകുന്നതിന് ആഭ്യന്തര മന്ത്രാലയം വിലക്ക് ഏർപ്പെടുത്തിയെന്നൊരു വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. രാജ്യത്തെ ഗതാഗത കുരുക്ക് പരിഹരിക്കുന്നതിന്റെ ഭാഗമായാണ് ഈ പുതിയ തീരുമാനം. ഇത് സംബന്ധിച്ച് ഗതാഗത മന്ത്രാലയം അസിസ്റ്റന്റ് അണ്ടർ സെക്രട്ടറിയായ ജമാൽ അൽ സാലിദിന് ഉത്തരവ് പുറപ്പെടുവിച്ചു കഴിഞ്ഞു. നിലവിൽ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള വിദ്യാർത്ഥികളും നഴ്സുമാരും അത് പുതുക്കുവാൻ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. വിദ്യാർത്ഥികൾ പഠിക്കുന്ന സർവകലാശാലയിൽ നിന്നോ പബ്ലിക് അതോറിറ്റി ഫോർ അപ്ലൈഡ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിംഗ് നിന്നോ ഉള്ള സർട്ടിഫിക്കറ്റുകളാണ് ഹാജരാക്കേണ്ടത്. നഴ്സുമാർ തൊഴിലുടമ നൽകുന്ന സർട്ടിഫിക്കറ്റാണ് ഹാജരാക്കേണ്ടത്. കുവൈറ്റിൽ പ്രവാസികൾക്ക് ലൈസൻസ് നൽകുന്നതിന് നിലവിലുള്ള നിബന്ധനകൾ ബാധകമല്ലായിരുന്നു. നഴ്സുമാരും വിദ്യാർത്ഥികളും എന്നാൽ ഇത് പ്രയോജനപ്പെടുത്തി ചില പ്രവാസികൾ ലൈസൻസ് നേടുന്നതിന് വേണ്ടി മാത്രം സർവകലാശാലയിൽ വിദ്യാർത്ഥികളായി രജിസ്റ്റർ ചെയ്യുകയും പിന്നീട് ലൈസൻസ് കിട്ടിയ ശേഷം പഠനം പൂർത്തീകരിക്കാതിരിക്കുകയും ചെയ്യുന്നതായി അധികൃതർ കണ്ടെത്തിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇങ്ങനെയൊരു നിയമം വന്നതെന്നാണ് വിശ്വസിക്കുന്നത്. പ്രാദേശിക മാധ്യമങ്ങളാണ് ഇത് ആദ്യമായി റിപ്പോർട്ട് ചെയ്തത്. നിലവിൽ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവരും ലൈസൻസിന് അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നവരുമായ ഈ വിഭാഗത്തിൽപ്പെടുന്നവർക്ക് പുതിയ നിയമം യാതൊരു കാരണവശാലും ബാധകമാകില്ല. എന്നാൽ നിലവിൽ ലൈസൻസ് ഉള്ള നഴ്സുമാർ അവ പുതുക്കുന്നതിന് ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ നിന്ന് ഇതേ തസ്തികയിൽ ജോലി ചെയ്യുന്നവരാണെന്ന് തെളിയിക്കുന്ന സാക്ഷ്യപത്രം ഹാജരാക്കേണ്ടതാണ്. വിദ്യാർത്ഥികളുടെ ലൈസൻസ് പുതുക്കുന്നതിന് പബ്ലിക് അതോറിറ്റി ഫോർ അപ്ലൈഡ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ്ങിൽ നിന്നും പഠിക്കുന്ന സർവകലാശാലയിൽ നിന്നുമുള്ള സാക്ഷ്യപത്രങ്ങൾ ഹാജരാക്കണമെന്നും ഉത്തരവിൽ പറയുന്നുണ്ട്. ആഭ്യന്തര മന്ത്രാലയത്തിലെ ഗതാഗത കാര്യ അണ്ടർ സെക്രട്ടറിയായ മേജർ ജനറൽ ജമാൽ അൽ സായിഖാണ് നഴ്സുമാർ, വിദേശി വിദ്യാർത്ഥികൾ എന്നിവർക്ക് പുതുതായി ഡ്രൈവിംഗ് ലൈസൻസ് അനുവദിക്കരുതെന്ന് ഉത്തരവിട്ടത്. 600 ദിനാർ ശമ്പള, സർവകലാശാല ബിരുദം, 2 വർഷം കുവൈറ്റിൽ താമസം എന്നിവയാണ് വിദേശികൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ലഭിക്കുന്നതിനുള്ള ഉപാധികൾ. ചില പ്രൊഫഷണലുള്ളവർക്കും വീടുകളിലും സ്ഥാപനങ്ങളിലും ഡ്രൈവിംഗ് വിസയിൽ എത്തിയവർക്കും ഉപാധികൾ ബാധകമായിരുന്നില്ല. ഉപാധികൾ ബാധകമല്ലാത്ത വിഭാഗത്തിൽ നിന്നാണ് ഇപ്പോൾ നഴ്സുമാരെയും വിദേശി വിദ്യാർത്ഥികളെയും ഇത്തരത്തിൽ ഒഴിവാക്കിയിരിക്കുന്നതെന്നതും ശ്രദ്ധേയമാണ്. ഖത്തറിൽ ഡ്രൈവിംഗ് ലൈസൻസ് അനുവദിക്കുന്നതിൽ കൂടുതൽ നിയന്ത്രണങ്ങൾ വരികയും ചെയ്യും. 80-ലധികം തൊഴിൽ വിഭാഗത്തിൽപ്പെട്ടവർക്ക് ലൈസൻസ് അനുവദിക്കുന്നതിന് വിലക്കേർപ്പെടുത്തുമെന്നാണ് ആദ്യമെടുത്ത തീരുമാനങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത്. രാജ്യത്തെ ഗതാഗതക്കുരുക്ക് മുൻനിർത്തി തന്നെയാണ് ട്രാഫിക് വിഭാഗം നിയന്ത്രണങ്ങൾ കൊണ്ടുവരുന്നതെന്നതും ശ്രദ്ധേയം. ഖത്തറിലെ നിരത്തുകളിലെ ഗതാഗതക്കുരുക്ക് പരിഹരിക്കുന്നത് ലക്ഷ്യമിട്ടുള്ള ദേശീയ പദ്ധതിയുടെ ഭാഗമായി രാജ്യത്തെ വിദേശികൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് അനുവദിക്കുന്നതിൽ നേരത്തെ തന്നെ ചില മാനദണ്ഡങ്ങൾ കൊണ്ടുവന്നിരുന്നു. ഇത് പ്രകാരം 150 തൊഴിൽ വിഭാഗക്കാർക്ക് ലൈസൻസ് നൽകുന്നത് നിർത്തിവെക്കുകയും ചെയ്തിരുന്നു. ഇതിനു പുറമെയാണ് ഇപ്പോൾ 80 തൊഴിൽ വിഭാഗങ്ങൾക്ക് കൂടി ഇനി മുതൽ ലൈസൻസ് നൽകേണ്ടതില്ല എന്ന് ആഭ്യന്തര മന്ത്രാലയം തീരുമാനിച്ചത്. കമ്പനി തൊഴിലാളികൾക്ക് മാത്രമാണ് ഇപ്പോൾ നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത്. സ്വകാര്യ സ്പോൺസർഷിപ്പിലുള്ള തൊഴിലാളികളെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതും പ്രത്യേകതയാണ്. പലചരക്ക് വ്യാപാരികൾ, പത്രവിതരണക്കാർ, ബാർബർമാർ, പരിചാരകർ, സെക്യൂരിറ്റി ജീവനക്കാർ, ചുമട്ടുതൊഴിലാളികൾ, ആട്ടിടയർ, ഇറച്ചി വിൽപ്പനക്കാർ, തയ്യൽക്കാർ, സ്വർണ്ണപ്പണിക്കാർ, കൃഷിപ്പണിക്കാർ തുടങ്ങിയ 80 വിഭാഗം ജോലിക്കാരെയാണ് ലൈസൻസ് അനുവദിക്കുന്നതിൽ നിന്ന് ആദ്യം ഒഴിവാക്കുവാൻ തീരുമാനമെടുത്തത്. നിരോധിച്ച വിഭാഗങ്ങളുടെ പുതിയ പട്ടിക ഡ്രൈവിംഗ് സ്കൂളുകൾക്ക് അയച്ചു കൊടുക്കുകയും ചെയ്തിരുന്നു. ന്യൂസ് ഡെസ്ക്, പ്രവാസി മലയാളി.